പാട്ട് സൂപ്പറായിരുന്നു. എന്താ ഇത്? പാട്ട്. സന്തോഷം. എനിക്ക് പറഞ്ഞു തന്നല്ലേ ഇത് പാട്ടാണെന്ന്. ജനലരികിൽ നിൽപ്പൂ നിന്റെ മുഖമഴക് നോക്കിയോ പരിഭവമായി പാടും പാട്ടിന്റെ ശ്രുതി മീതാ. കൊച്ചുപാട്ടുകാരുടെ വലിയ പ്രതീക്ഷകൾ ഒത്തുചേരുന്ന ഒരു സംഗീത സൗഹൃദ വേദി ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഷോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തികളെ തന്നെ നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യാം. നമ്മുടെ ജഡ്ജസ് ശ്രീജി വെൽക്കം, MJ ജി, സിത്തു, ഓക്കെ ജഡ്ജസ്, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിച്ചാലോ? സോ ലെറ്റ് മീ വെൽക്കം സൂര്യ മഹാദേവൻ ഫ്രം ട്രിവാൻഡ്രം. സൂര്യ മഹാദേവൻ, നല്ല ചിരിയൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അത്ര സന്തോഷമുണ്ടോ ഉള്ളില്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് ആ എക്സൈറ്റ്മെന്റ്? ഫസ്റ്റ് ടൈം ഇത്രയും വലിയ ചാനലിൽ ഇത്രയും വലിയ റിയാലിറ്റി ഷോയിൽ ഞാൻ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ? ഇത്രയും വലിയ ജഡ്ജസിന് മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലേ? ഹായ്, എൻ്റെ പേര് സൂര്യ മഹാദേവൻ. ഞാൻ ട്രിവാൻഡ്രം കിള്ളിപ്പാലത്താണ് താമസിക്കുന്നത്. ചിന്മയ വിദ്യാലയ ആറ്റുകാൽ എന്ന സ്കൂളിൽ ഞാൻ 7th ഗ്രേഡ് പഠിക്കുന്നു. ഞാനിപ്പോൾ പാട്ട് 5 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഫ്ലോറിൽ എത്താൻ കഴിഞ്ഞ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഇതെൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം.
തോറ്റുപോയി. സൂര്യ, യെസ് മാം. 2 സൂര്യ ഉണ്ട് അല്ലേ ഇവിടെ? നമുക്ക് വേറെ ഫ്രണ്ടും കൂടി ഇല്ലേ, സൂര്യനാരായണൻ. സൂര്യനാരായണൻ. ഓക്കെ, അപ്പോൾ ഈ പാട്ട് നല്ല ഭയങ്കര മെലിഫ്ലൂസ് ആയിട്ട് ഇങ്ങനെ പോയി. ഇനി അടുത്ത ഏതാ പാടണേ? അടുത്ത ഫാസ്റ്റ് സോങ് മാർഗഴിയെ മല്ലികയെ. അടിപൊളി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. എൻ്റെ രാധേ നീ വരൂ, താനേ പോകും മനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയെ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ, മാർഗഴിയെ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ, മഞ്ഞളോ പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. മഞ്ഞളോ പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. ഓലമയിൽ പോലെ ഞാൻ പറന്നു വരാം മാരനെ, എനിക്കും മുത്തമിഴിൻ മുത്തുപോൽ വെളുത്തവനെ. കോലമയിൽ പോലെ ഞാൻ പറന്നു വരാം മാരനെ, എനിക്കും മുത്തമിഴിൻ മുത്തുപോൽ വെളുത്തവനെ. കനകയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. കനകയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ മത് പൊങ്കൽ മാസം പോയ കൂത്തുകുമ്മി നഗുസരം നമുക്കൊരാനന്ദ കല്യാണം. മാമനായി മാനനായി വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. മഞ്ഞളോ പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. മാർഗഴിയേ മാർഗഴിയേ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ, മഞ്ഞളോ പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. മാമനായി മാനനായി വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. താങ്ക് യു. സൂര്യ മഹാദേവൻ എന്തായിരുന്നു ഇവിടെ? താങ്ക് യു. തിളങ്ങുമായിരുന്നല്ലോ ഇവിടെ സൂര്യനെ പോലെ. അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കണ്ടേ? യെസ്. ഇപ്പം ഞാൻ പറയുന്നത് തിരിച്ചിങ്ങോട്ട് പറയണം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന് ഞാൻ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്രം വെറുതെ നനച്ചുപോയി. ഇപ്പം എന്താ കണ്ണടയ്ക്കാത്തത്? ഇപ്പോൾ പറഞ്ഞപ്പോൾ കണ്ണടച്ചോ? ലയോൺ. ഇല്ല. അപ്പോൾ പാട്ടായിട്ട് പാടുമ്പോൾ, അതായത് മ്യൂസിക്കായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളറിയാതെ നമ്മൾ കണ്ണടയ്ക്കും. അതെന്തുകൊണ്ടാണ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ യു ബിക്കം വൺ വിത്ത് യുവർ സെൽഫ്, അപ്പോഴാണ് മ്യൂസിക് വരുന്നത്. അതാണ് ഉള്ളിൽ നിന്ന് സംഗീതം വരുന്നതെന്നൊക്കെ പറയുന്നത് അല്ലേ? അത് മോൻ്റെ ജന്മനാനുള്ള ടാലൻ്റാണ് കാണിക്കുന്നത്. അതിനൊരു എന്താ പറയുക, ആ ടാലൻറ്റിനെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. കണ്ണടച്ച് നമുക്ക് വേണ്ടി മാത്രം പാടി നമുക്ക് രസിക്കാം, അങ്ങനെ അറിയാം. പക്ഷേ ഒരു ഓഡിയൻസിന് വേണ്ടി വരും പാടുമ്പോൾ, ഇവരൊക്കെ കാത്തിരിക്കുന്ന എന്താണ്, മോന് അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പാടുന്നതാണെന്ന് അവർക്ക് തോന്നണം. അപ്പോൾ എനിക്ക് ആ പല്ലവി ഇങ്ങനെ ഇവർക്ക് വേണ്ടി പാടുന്നതായിട്ടൊന്ന് പാടിത്തരണം. ഓക്കെ? അരികിൽ നീയുണ്ടാ, അങ്ങനെ പോട്ടെ. മുമ്പേക്കും ചേച്ചിമാരൊക്കെ ഉണ്ടല്ലേ, ചേച്ചിമാരൊക്കെ നോക്കി പാടുക. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ. എന്നെയും കാണാടഞ്ഞു വന്നു. അത് ശീലിച്ചാണ്, അത് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു തുടക്കമല്ലേ മോനെ? ഗംഭീരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഗംഭീരമായിട്ട്, ആത്മാർത്ഥമായിട്ട് പറയാണ്. വളരെ അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. അതായത് എക്സ്പെഷ്യലി
ഈ മാർഗഴിയെ മല്ലികെ എന്നുള്ളത് അടിച്ച് പൊളിച്ച് പാടി ഒരു സംഗതി ലാസ്റ്റിലിട്ടല്ല, അത് അതിനകത്തുണ്ടോ? അങ്ങനെ ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഉണ്ടല്ലേ? അത് ചോദിച്ചതേ ഉള്ളൂ. കാരണം ഇതിനിടയിൽ അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും നന്നായിരുന്നു, അത് കാര്യം കൊള്ളായിരുന്നു. അത് നന്നായിട്ട് പാടി. ആദ്യത്തേത് ലയിച്ച് പാടി. പക്ഷെ അത് ഈ കണ്ണടപ്പ് ഒന്നിപ്പം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ അങ്ങനെ ഒന്ന് കണ്ണ് തുറന്ന് പാടിക്കൂടെ? ശ്രമിക്കാം സർ. ഒറ്റ പ്രാവശ്യം ഒന്ന് ശ്രമിച്ചേ. ഇന്നാക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈനൽ ഇത് തരികയാണ്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു പ്രാവശ്യം കണ്ണടച്ചു കേട്ടോ, ഒറ്റ പ്രാവശ്യം. ഒന്നുകൂടെ ആലോചിക്കണം. സൂര്യയുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്ന് അടുത്ത സെക്ഷനിലോട്ട് പോവുക, അടുത്ത റൗണ്ടിലോട്ട് പോവുക. അത് വേണോ? നല്ല ചൂട് ചിക്കൻ ബിരിയാണി വേണോ? ഇന്നാവുന്നതാണ് അത്. ബിരിയാണി ഇല്ല, ബിരിയാണി പിന്നെയും കിട്ടുമല്ലോ. ഭയങ്കര ഭക്ഷണപ്രിയനാണ് അല്ലേ ബിരിയാണി? ആണോ? എത്ര ബിരിയാണി കഴിക്കും ഒരു ദിവസം? ഒന്ന് കഴിക്കുള്ളൂ, പക്ഷെ ഏറ്റവും ഇഷ്ടം ബിരിയാണി. അപ്പോൾ ഡെയിലി കഴിക്കും? ഡെയിലി ഇല്ല, ഒരു ആഴ്ചയിൽ 7 ദിവസം? ഇല്ല, 4-5 ദിവസം. 5 ദിവസം. 2 ദിവസം വിട്ടുകൊടുത്തു. MGG, ഞാനൊരു ഇന്റർവ്യൂവിൽ കേട്ടു MGGക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണിയാണെന്ന്. സത്യമാണോ? എന്താ സംശയം? ആണ്. അതെ. അപ്പൊ നമ്മള് 2 ബിരിയാണി ലവേഴ്സിനാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. എനിക്കും ഇഷ്ടം ബിരിയാണിയാണ്. എനിക്കും അതെ. പക്ഷെ ഇവന്റെ ഫേവറേറ്റ് എന്താണെന്നറിയോ? ഇവന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ആണ്. ബിരിയാണിനേക്കാളും ഇഷ്ടം ഇവന് ചോക്ലേറ്റ്സ് ആണ് അല്ലേ? അതെ, പക്ഷെ ഇപ്പൊ കുറച്ച് മാസമായിട്ട് ചോക്ലേറ്റ്സ് അതെന്ത് പറ്റി? പാട്ട് പാടാൻ വേണ്ടി ഇത് ചോക്ലേറ്റ്സ് ഏറ്റവും ഫേവറേറ്റ് സാധനം വരെ കോംപ്രമൈസ് ചെയ്തേക്കുവാണ്. എന്താ പാട്ട് പാടുമ്പം ചോക്ലേറ്റ്സ് കഴിക്കാൻ പാടില്ലേ? ചോക്ലേറ്റ്സ് ഒക്കെ അധികം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കപക്കെട്ടൊക്കെ വരും അല്ലേ? അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. അപ്പം സൂര്യൻ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയതായിരിക്കും. അപ്പം സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയ നല്ല കാര്യം. ഇത്രയും ശ്രദ്ധയുണ്ടെന്നല്ല അർത്ഥം. വെരി ഗുഡ്. സൂര്യകുമാര കേട്ടോ വിളിച്ചത്? ആ, ഇനി അങ്ങനെ വിളിക്കാൻ പോണ സൂര്യകുമാര എന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ എന്നെ ഇന്നാക്കിയിട്ടുണ്ട് ഇവിടെ കണ്ടോ. ഞാൻ ഇന്ന ഇനി മോനെ ഇന്നാക്കണോ എന്നുള്ളത് ആലോചിക്കണേ. വേണോ? ഇന്നാവണോ? പ്ലീസ് റിക്വസ്റ്റ് ചെയ്യേ. വേണോ? പ്ലീസ് ഇന്നാക്കിയ അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടി നല്ല പോലെ ഇതിനേക്കാളും കിടിലമായിട്ട് പാടും അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്തെന്നറിയാമോ? പാട്ട് സൂപ്പറായി. ഒരു ബാസ്കറ്റ് ഫുൾ ചോക്ലേറ്റ്. ഇതിനകത്തുനിന്ന് എത്ര എണ്ണം എനിക്ക് തരും ഇപ്പൊ പറ? എത്ര വേണമെങ്കിൽ തരുമോ? എന്നാ ഈ ബാസ്ക്കറ്റ് എനിക്ക് എന്നേക്ക്. എനിക്ക് ചോക്ലേറ്റ്സ്. ഷോ, ഞാൻ വെറുതെ പറഞ്ഞതാ. എടുത്തോ. ഇപ്പൊ ഹാപ്പി ആയോ? ഇന്നും ആയി, ചോക്ലേറ്റ്സും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. ടോപ്പ് സിംഗറിൽ സെലക്ട് ആയതിന് ഒത്തിരി സന്തോഷം. 3 ജഡ്ജസും എനിക്ക് നല്ല അഡ്വൈസും നല്ല സജഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. ബാഡ്ജ് കിട്ടിയതിന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വെളിയിൽ വന്നപ്പോൾ അമ്മയെ കണ്ട് ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ മോന് സൂര്യ മഹാദേവൻ ടോപ്പ് സിംഗറിൽ പങ്കെടുക്കുന്നത്. വലിയ പാട്ടുകാരനാകണം. ചേട്ടന് ഒരു നല്ലൊരു പാട്ടുകാരനാകാൻ പറ്റിയില്ല. അത് മോന് ഒരു നല്ലൊരു പാട്ടുകാരനാകണമെന്ന് ചേട്ടൻ്റെയും എൻ്റെതും ആഗ്രഹങ്ങളും. എൻ്റെ അമ്മയും അച്ഛനും കാരണമാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ തന്നെ വന്ന് സെലക്ട് ആയത്. ഇനിയും ഞാൻ അടിപൊളിയായിട്ട് പാടും. എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം. നമുക്ക് നമ്മുടെ അടുത്ത കൊച്ചുമിടുക്കിയെ വെൽക്കം ചെയ്യാം. നേഹ ചാവറ ഫ്രം കോട്ടയം.
ഹായ് നേഹ. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ടല്ലോ. താങ്ക് യു. ആക്ച്വലി നേഹ എൻ്റെ അതേ സ്കൂളിലാണ്. ഞാൻ നേഹയുടെ സീനിയറാണ്. ഹായ്, എൻ്റെ പേര് നേഹ ചാവ്ര എന്നാണ്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വാഴക്കാല എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ സ്കൂള് രാജഗിരി ക്രിസ്തുജയന്തി പബ്ലിക് സ്കൂൾ കാക്കനാടാണ്. അവിടുത്തെ 8th ഗ്രേഡ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ഒരു തൂവൽ തെന്നലുമെല്ലെ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്ത് തേടി പെൺമണിയാളെ. നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ഇനിയുള്ളിനുള്ളിൽ നീലരാവില നറുവെള്ളിത്തിങ്കൾ നാളമായിട മഴതുള്ളിച്ചാടും പൂകിനാവിലെ ഒരു പുള്ളിക്കുയിലിൻ നീളമായിട അടുത്തൊരു മായ ചിരി തൂക്കി തുടുത്തൊരു പൂവില്ലേ. അടുത്തൊരു മായ ചിരി തൂക്കി തുടുത്തൊരു പൂവില്ലേ. പോയൊരു നാളുകളായിരം നോവുകൾ നീന്തിയ മാനസമാകയുമെന്നൊരു മാമയിലാടണ പൂവനിയാകെയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ഒരു തൂവൽ തെന്നലുമെല്ലെ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്ത് തേടി പെൺമണിയാളെ. നെക്സ്റ്റ് സോങ് ഏതാ? ഓ മാമ മാമ ചന്ദ മാമ. ഓൾ റൈറ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓ മാമ 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 ചന്ദ മാമ. ഓ മാമ
ഒരു ഗാനം കേട്ടേയുള്ളൂ കൊതിയാ ഞാൻ കൊഞ്ചിപ്പോയ ചന്ദമാമ മുഖമേയും മനത്തെ മയക്കൂടൻ മുളവാതിൽ ചോരാതെ ചന്ദമാമ ഓ മാമ 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 ചന്ദമാമ. ഞാനെൻ ജനലരികിൽ നിൽപ്പൂ നിന്റെ മുഖമഴകു നോക്കി ഓരോ പരിഭവമായി പാടും പാട്ടിന്റെ ശ്രുതി മീട്ടാൻ. ഞാനെൻ ജനലരികിൽ നിൽപ്പൂ നിന്റെ മുഖമഴകു നോക്കി ഓരോ പരിഭവമായി പാടും പാട്ടിന്റെ ശ്രുതി മീട്ടാൻ. മായ മഞ്ഞിൻ മായ എന്തേ തിടുക്കമായോ എനിക്കു മാത്രം കാണാൻ. ഓ മാമ 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 ചന്ദമാമ ഓ മാമ 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 ചന്ദമാമ ഓ മാമ 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 ചന്ദമാമ ഓ മാമ 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 ചന്ദമാമ. ഒരു നോട്ടം കണ്ടേയുള്ളൂ ഒരു ഗാനം കേട്ടേയുള്ളൂ കൊതിയാ ഞാൻ കൊഞ്ചിപ്പോയ ചന്ദമാമ. ഒരു നോട്ടം കണ്ടേയുള്ളൂ ഒരു ഗാനം കേട്ടേയുള്ളൂ കൊതിയാ ഞാൻ കൊഞ്ചിപ്പോയ ചന്ദമാമ മുഖമേയും മനത്തെ മയക്കൂടൻ മുളവാതിൽ ചോരാതെ ചന്ദമാമ 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 ചന്ദമാമ. സൂപ്പർ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ ഓർമ്മ വന്നെന്നറിയോ? കഴിഞ്ഞ ഫെയർവെല്ലിന് ടെസ്സ ഇതുപോലെ സ്റ്റേജിൽ നിന്ന് പാടുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്. ഇന്ന് ടെസ്സയും അതേപോലെ നേഹയുടെ ഫുൾ ഫാമിലിയും ഫ്രണ്ട്സും ഞങ്ങൾ സ്കൂളിലുള്ള എല്ലാവരും ഒരുപാട് പ്രൗഡായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ആയോ? ഞാൻ ടെസ്സ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും ആരാണ്. നേഹയുടെ ചേച്ചിയാണ് ടെസ്സ. എൻ്റെ സീനിയറാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ്. എനിക്കറിയാം ടെസ ഈ പറഞ്ഞ മാതിരി എൻ്റെ ജൂനിയറായിട്ടാണ് പാട്ട് ക്ലാസ്സിൽ പഠിക്കണേ. ടെസ ഒരു ഗംഭീര സിംഗറാണ്. ഇപ്പം മറ്റേ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അസലായിട്ട് ജസ്റ്റിൻ്റെ ഒരു ഭംഗിയുള്ള പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ടെസയുടെ അനിയത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ടെസയുടെ പാട്ട് അറിയുന്ന ആളായതുകൊണ്ട് പറയാം. എനിക്ക് ആക്ച്വലി സെക്കൻഡ് സോങ്ങാണ് കൂടുതൽ ഇഷ്ടമായത്. നല്ല രസമായിട്ട് പാടി. എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ കുറച്ചും കൂടി നേഹയുടെ ഒരു സെൽഫ് ഉണ്ടായിരുന്നു ഇതിനകത്ത് പാടുന്ന സമയത്ത്. ആരോ നെഞ്ചിൽ എന്ന് പറഞ്ഞ പാട്ട് ഇപ്പം ടെസ്സയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത് ടെസ്സയുടെ ഒറിജിനാലിറ്റിയാണ്. ടെസ്സ പാടുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഉസാജിയുടെ അടുത്ത് ഫയസ്ജിയുടെ അടുത്ത് ഒരുമിച്ചാണ് മ്യൂസിക് പഠിക്കുന്നത്. അപ്പോൾ ടെസ്സ പാടുന്ന സമയത്ത് എന്ത് കേൾക്കുമ്പോഴും പെട്ടെന്ന് ടെസ്സ പാടുമ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കും. അങ്ങനെ ക്യാച്ചി ആയിട്ടുള്ളൊരു വോയിസാണ്. എനിക്ക് തോന്നിയത് ആദ്യത്തെ പാട്ട് ഗൗരി പാടിയ പാട്ടല്ലേ. ഗൗരി ഒരു അമേസിങ് സിംഗറാണ്. പക്ഷേ ഗൗരിയുടെ ഒരു സ്റ്റൈലുണ്ട് ഗൗരിക്ക്. അത് കുറച്ച് നേഹ എവിടെയോ ഇമിറ്റേറ്റ് ചെയ്ത മാതിരി തോന്നി എനിക്ക്. കുറച്ച് ആ ഒരു സ്റ്റൈൽ അതേപോലെ പാടാൻ വേണ്ടിയിട്ട്. പക്ഷെ സെക്കൻഡ് സോങ് ആയപ്പം കൂളായി, നേഹയായിട്ട് പാടി. ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയത്. അപ്പം ടെസ്സയുടെ അനിയത്തി കുട്ടിയോട് എനിക്ക് അതേമാതിരി പറയാമല്ലോ, എൻ്റെ അനിയത്തി കുട്ടിയല്ലേ, അതാ ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അത് മാത്രമേ തോന്നിയില്ല. അതർവൈസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. നേഹ സ്റ്റേജിൽ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. നേഹ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വെരി പാഷനേറ്റ് അബൌട്ട് യുവർ പെർഫോമൻസ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൻ്റെ വൈബ്രൻസ്, അതിൻ്റെ ഒരു ആഘോഷം, ഇതെല്ലാം കൊണ്ടുവരാനായിട്ടുള്ള മനസ്സിൻ്റെ സമർപ്പണം അവിടെയുണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ്. അതിനൊരു നല്ല കൈയടി കൊടുക്കണം. അത് ചിലപ്പം ചേച്ചിയിൽ നിന്ന് പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുണ്ടായതായിരിക്കാം. എനിവേസ് ദാറ്റ് ഈസ് വെരി ഗുഡ്. താങ്ക് യു സർ. പിന്നെ എനിക്ക് മോളോട് പറയാനുള്ള ഒരു കാര്യം, എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ടു ബി ഓൺ ദ ഡോട്ട് വിത്ത് ദ പിച്ച്, അത് ഒന്ന് ശ്രദ്ധിക്കണം. ആരോ നെഞ്ചിൽ എന്നുള്ളത് ജസ്റ്റ് ഇത് മാത്രം ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് പാടിക്കുക.
നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങും. നമ്മൾ കൂടുതൽ ഫോഴ്സ് ചിലത് നമ്മൾ വിണ്ണിൽ ആ നോട്ടില്ലേ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന കൃത്യം ഓൺ ദ ഡോട്ട് പിച്ചിലായിരിക്കണം. നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കുറച്ചും കൂടി ഷാർപ്പായി പോകും. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡോണ്ട് ഫോഴ്സ് ഇറ്റ് ടു മച്ച്. അതാണ്. കമോൺ വൺസ് മോർ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. അവിടെ ഒരു ഫ്ലക്ച്വേഷൻ വരാതെ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കണം. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നന്നായിരിക്കും കേട്ടാ. നല്ല ടാലൻ്റ് ഉള്ള ആളാണ്. സോ കീപ് പ്രാക്ടീസിങ്. ഓക്കെ. താങ്ക് യു സർ. ശ്രീജി. നേഹ നന്നായിരുന്നു. പെർഫോമൻസ് 2 പാട്ടും നന്നായിരുന്നു. എനിക്ക് ഒരു റേഞ്ച് കഴിഞ്ഞാൽ ഫാൾസ് വോയിസിലോട്ട് സ്ലിപ്പ് ആവുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെ പാടുന്നുണ്ടോ? ഗമ പനി സഗ ഗമ പനി സഗ സഗമപ സഗമപ പനി സനി പമഗ പനി സനി ഗമപ. ഓക്കെ. ഗമ പനി സനി പമഗ ഗമ പനി സനി പമഗരി സനി പമഗ പമഗരി സനി പമഗ. പമഗ. ഓക്കെ. എനിക്ക് ഇതിനകത്ത് തോന്നിയത് മോൾ പാടിയപ്പോഴത്തേക്ക് ആ 2ാമത്തെ പാട്ടില്ലേ പാടിയപ്പോഴത്തേക്ക് ഈ അപ്പർ പോർഷൻസ് പോകുമ്പോഴത്തേക്ക് അത് ഫാൾസ് വോയിസിലോട്ട് പോകണോ എന്നെനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് പാടിച്ചു നോക്കിയത്. നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലത്തെ കുറച്ച് ട്യൂണിങ്ങിൻ്റെയും ബാക്കിയുള്ള പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ സെലക്ട് ചെയ്ത പാട്ടുകളും ഡിഫറെൻ്റ് ആണ്. ഇതുവരെ നമ്മളിവിടെ കേട്ടതിൽ വെച്ചിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ആണ്. ജഡ്ജസ്, ഇത് കൂടാതെ വേറെ കുറച്ച് ടാലൻറ്റും കൂടി ഉണ്ട് നേഹയ്ക്ക്. എൻ്റെ സ്കൂളിലായതുകൊണ്ട് എനിക്കറിയാം. പറയട്ടെ, നന്നായി ചിത്രം വരയ്ക്കും, മൾട്ടി ടാലന്റഡ് ആണ് അല്ലേ? ക്രാഫ്റ്റ് വർക്ക് ഉണ്ട്. കണ്ടോ ഗിഫ്റ്റ്, പോയി വാങ്ങിച്ചോ. എനിക്ക് നല്ല നല്ല പടങ്ങൾ ഇനി വരച്ചു തരണം. ഓക്കെ, ഇനി ഫൈനൽ ജഡ്ജ്മെന്റിലേക്ക് പോവാം. വാസ് എ ഗുഡ് പെർഫോമൻസ് ഫോർ ഷുവർ. പക്ഷേ ഒന്നും കൂടിയൊക്കെ എന്താ പറയുക, എല്ലാവരുടെയും പാട്ടുകൾ കേട്ടതിന് ശേഷം ഫൈനൽ ഡിസിഷൻ അറിയാം. ഇപ്പം ഫോർ ദ ടൈം ബീങ് ഇറ്റ്സ് ഡൺ ബൈ. ഓക്കെ, താങ്ക് യു നേഹ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. യെസ്. അവൾക്ക് കൊച്ചിലെ തൊട്ട് പാട്ടിനോട് ഒരുപാട് താല്പര്യമുണ്ട്. കാരണം ചേച്ചി ടെസ ചാവറ മ്യൂസിക് ഫീൽഡ് ആയതുകൊണ്ട് ടെസ കുറേ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അനുരാഗ സംഗീതമാ. അവൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും കാര്യങ്ങളും ഒക്കെ അവൾ തന്നെ സെലക്ട് ചെയ്യും. അവൾ തന്നെ അത് പഠിക്കാറാണ് പതിവ്. പിന്നെ കറക്ഷൻസ് ചോദിക്കുകയും എന്നോടും അമ്മയോടും അഭിപ്രായം ചോദിക്കുകയും ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറേ നല്ല മലയാളം പാട്ടുകൾ പഴയത് ഞാൻ പഠിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. എന്തായാലും ഞാൻ നന്നായിട്ട്, ഇതിലും നന്നായിട്ട് ഞാൻ പാടും. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. കൃഷ്ണശ്രീ ഫ്രം കാലിക്കറ്റ്. ഫുൾ വൈറ്റ് വൈറ്റ് വൈറ്റ്, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഏഞ്ചലിനെ പോലെ. ഹായ്, എൻ്റെ പേര് കൃഷ്ണശ്രീ. ഞാൻ കോഴിക്കോടിൽ നിന്ന് വരുന്നു. ഇപ്പോൾ സെൻറ് മൈക്കിൾ സ്കൂളിൽ ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എനിക്ക് വലുതാവുമ്പോൾ ഒരു വലിയ പാട്ടുകാരിയാവണമെന്നാണ് ആഗ്രഹം.
അപ്പൊ അങ്ങനെ ആ പാട്ട് കഴിഞ്ഞു. മലരെ മലരെ. അടുത്ത ഏതാണ്? കസ്തൂരി തൈലമിട്ട്. ഓ, കസ്തൂരി തൈലമിട്ട് അല്ലേ? പഠിക്കുള്ളൂ. കസ്തൂരി തൈലമിട്ട് മൂടി മിനുക്കി മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി മന്ദാര കൂളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുകപ്പെണ്ണ് മാറിൽ മഞ്ചാടി മാറുകൊള്ളാമിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മൂടി മിനുക്കി മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി ഇന്നും 16 വയസ്സാണ് കൽബിൽ ഏതോ നേരവും കനവാണ് ഉള്ളിൽ ഏതോ നേരവും കനവാണ് പടിഞ്ഞാറൻ കടൽക്കാരി പകലന്ത്യം മയങ്ങുമ്പോൾ ഉറുമാലും തുന്നിക്കൊണ്ടിരുപ്പാണ് പുതുമുത്തമണിയിച്ച് പുളകുമ്പോൾ പുതപ്പിച്ച് പൂണാരം തരും ഒരു പുതുമാരൻ പുതുമുത്തമണിയിച്ച് പുളകുമ്പോൾ പുതപ്പിച്ച് പൂണാരം തരും ഒരു പുതുമാരൻ കസ്തൂരി തൈലമിട്ട് മൂടി മിനുക്കി മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി മന്ദാര കൂളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുകപ്പെണ്ണ് മാറിൽ മഞ്ചാടി മാറുകൊള്ളാമിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മൂടി മിനുക്കി മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി. സൂപ്പർ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? പാട്ടിനെക്കാളും എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. നല്ല ഭംഗിയാട്ടോ അത് കാണാൻ. പാട്ട് പാടി എൻജോയ് ചെയ്തോ?
നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചാലോ? മോളെ കലക്കി, നന്നായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ്. രണ്ടാമത്തെ പാട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ആ പാട്ട് മോള് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാടി. പക്ഷെ ആദ്യത്തെ പാട്ടിൽ കുറച്ച് സ്ലിപ്പുകൾ വന്നായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പോയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് പാടി. ഇപ്പൊ മോളിപ്പോ എത്ര വയസ്സായി? 10 വയസ്സായി. എത്രാം ക്ലാസ്സിൽ? 5ാം ക്ലാസ്സിൽ. ഓക്കെ, എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ. ചേച്ചി ഉണ്ടല്ലേ വീട്ടില്? അമ്മ എന്തോ ഒരു പരാതി പറഞ്ഞല്ലോ, പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല്. അയ്യോ, സത്യം പറഞ്ഞോ? സത്യം പറഞ്ഞോ കള്ളത്തി? പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ അച്ചടി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അമ്മ പറഞ്ഞ അനുസരിക്കണം. ചേച്ചിയുടെ അടിപിടി ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. നല്ല രസമായിട്ട് പാടി, 2 പാട്ടും പാടി. പിന്നെ സാറ് പറഞ്ഞ മാതിരി ചില സ്ഥലത്ത് ഒരു കുഞ്ഞ് അതൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ നല്ലോണം അമ്മ പറയണൊക്കെ അനുസരിച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ അതും കൂടി ശരിയാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. MJG ആദ്യം പാടിയ പാട്ടിൽ ഉണ്ടല്ലോ മലരെ തേൻ മലരെ മലരെ എന്ന്. അതാരെ പറ്റിയാ? അത് പാട്ടിലുള്ളതല്ലേ? ആ പാട്ടിലുള്ള ആരെ പറ്റിയാ? അതെനിക്കറിയില്ല. അത് ഈ വിഷ്ണുശ്രീയെ പറ്റി. കോഴിക്കോട് എവിടെയാ വീട്? കാരപ്പറമ്പിലാണ്. ഗിരീഷ് പുത്തഞ്ചേരി, ഗിരീഷേട്ടൻ്റെ വീട് കാരാപ്പറമ്പിലാണ്. അറിയാമോ മോൾക്ക്? അറിയില്ല. സ്കൂളില്ലേ, ഇവിടെ സ്കൂളില്ലേ, അതറിയാമോ? കാരാപ്പറമ്പിൽ താമസിക്കുന്ന അവിടെ സ്കൂൾ പറഞ്ഞൂടെ? കാരപ്പറമ്പ് സ്കൂള് അറിയില്ലേ? അത് തന്നെ, ആ സ്കൂളിനെ കുറിച്ച് പറയുന്നത് തന്നെ. ആ സ്കൂളിന്റെ അടുത്താണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വീട്. ഇതിപ്പോ എനിക്കൊരു സംശയം, 2 ബിഗ് ബെയർ ഒന്നിച്ചു വരുന്ന പോലെ. ചെറുപ്പത്തിലെ ചേച്ചി നന്നായിട്ട് പാട്ട് പാടിയിരുന്നു. അത് കണ്ട് 3 വയസ്സ് തൊട്ടിട്ട് മോള് നന്നായിട്ട് പാടാൻ തുടങ്ങി. വേറെ പാട്ടുകൾ പരിപാടിക്ക് പോയാലും ഇവിടെ നിന്ന് എനിക്ക് ആ പാട്ട് പാടിച്ച് കേൾപ്പിക്കുന്നത്. അച്ഛച്ചങ്ങൻ്റെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയ ഗുരുനാഥ് എങ്ങനെ പറഞ്ഞു, അതിനുശേഷം നീറ്റായി തന്നെ പാട്ട് തന്നെ കേൾപ്പിക്കാറുണ്ട്. നല്ല താല്പര്യമാണ്. ഏറ്റവും കൂടുതൽ മ്യൂസിക്കിനോട് താല്പര്യം എൻ്റെ അച്ഛമ്മയ്ക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അച്ഛമ്മക്ക് കുറച്ച് മറവിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. ഞങ്ങളെയൊക്കെ മറന്നുണ്ടെങ്കിലും മോളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴുമാണ്. അപ്പോൾ ടോപ്പ് സിംഗറിൽ ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ. അച്ഛമ്മക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ കൂടെ വന്നേനെ. നമുക്ക് നമ്മുടെ അടുത്ത കുട്ടി കുറുമനെ വെൽക്കം ചെയ്യാം. ശ്രീഹരി ഫ്രം എറണാകുളം. ഇതാരാ? ഷാരൂഖ് ഖാൻ. ഇവിടെ വന്നേ. ഷാരൂഖ് ഖാനെ ഇഷ്ടമാണോ? അതുകൊണ്ടാണ് ഇതുപോലെ ഡ്രസ് ചെയ്തിരിക്കുന്നത്. ഷാരൂഖ് ഖാൻ ഫാനാ. അപ്പോൾ ഹായ്, ഞാൻ ശ്രീഹരി. എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ. ഞാൻ ചാവറ ദർശൻ സെയിമായി ബബ്ലി സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനും ഉണ്ട് ടോപ്പ് സിംഗറിൽ. ഈ ശ്രീഹരി എന്നുള്ളതിനെക്കാട്ടിലും ഒരു സ്റ്റൈലിഷ് പേരിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ അങ്ങനത്തെ ഒരു പേരാക്കിയതാ. എത്ര പേരുണ്ട് വീട്ടില്? എൻ്റെ ചേച്ചി ഉണ്ട്. ചേച്ചിയുടെ പേരെന്തോ? ശ്രീലക്ഷ്മി. അടി കൂടുവോ ചേച്ചിയായിട്ട്? ചേച്ചി എന്നെ പിച്ച് ചെയ്യാൻ മാത്രം. പിന്നെ എൻ്റെ കവടത്ത് പിച്ചുന്നുണ്ട് ഇടയ്ക്ക് എന്നെ പിച്ചുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒക്കെ പിടിച്ചാറുണ്ട്. ചേച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ പിച്ച് മാത്രമേ ഉള്ളൂ? എൻ്റെ വീട്ടിലാ. പക്ഷെ ചേച്ചി ടിവിയിൽ വരുമ്പോ കാണുമല്ലോ, അപ്പൊ വീണ്ടും പിച്ചു നോക്കിക്കോ. വീണ്ടും പിച്ച് എനിക്ക് ചേച്ചിയെ അടിക്കാൻ പറ്റും. ഓൻ ഏത് പാട്ടാ പാടുന്നേ? തേനും വയമ്പും. തേനും വയമ്പും.
ഒത്ത പാട്ടാണ് എടുത്തോണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം ആ മൈക്ക് തന്നെ എടുക്കാൻ പറ്റുന്നില്ല, പിന്നാണ് തേനും മേമ്പും. മോൻ സുന്ദരനാണ്. മോൻ ഈ പാട്ട് കലക്കി പാടണം കേട്ടോ, അടിപൊളിയായിട്ട് പാടണം. റെഡിയാണോ? ഓക്കെ. നാവിൽ തൂകും വാനം പാടി, തേനും വയം നാവിൽ തൂകും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. തേനുവയം നാവിൽ തൂവും വാനം പാടി. തേനുവയം നാവിൽ തൂവും വാനം പാടി, തേനുവയം നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. തേനുവയം നാവിൽ തൂകും വാനം പാടി, നീലക്കൂടു വേളിപ്പൂത്തു ദൂരെ നീലഗിരിക്കുന്നു മേലെ, മണ്ണിൻ പൂവേലിക്കൽ കൂടി കൊച്ചു വർണ്ണാത്തിപ്പുള്ളുകൾ പാടി, താലം പിടിക്കുന്ന വാലാട്ടി പക്ഷിക്ക് താരികെട്ടിന്നൽ നീയും പോരുന്നു. തേനുവയം നാവിൽ തൂകും വാനം പാടി, തേനുവയം നാവിൽ തൂകും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. തേനുവയം നാവിൽ തൂകും വാനം പാടി. താങ്ക് യു. മോനെ ഇതെന്താ ഇത്? പാട്ട് സന്തോഷം. എനിക്ക് പറഞ്ഞു തന്നല്ലേ ഇത് പാട്ടാണെന്ന്. നന്ദി, നമസ്കാരം. ചക്കരയാണ് കേട്ടോ, സ്വത്താണ്. വീട്ടിലെ അച്ഛൻ അമ്മയൊക്കെ ഇപ്പൊ അവര് കേൾക്കുണ്ടാവുമല്ലോ, യു ഹാവ് എ സൂപ്പർ സ്റ്റാർ. വീട്ടില് ഒരു സൂപ്പർ സ്റ്റാർ ആണ് വീട്ടിലുള്ളത്. മിടുക്കൻ.
ഈ ചക്കരക്കൊട്ടിന് നമ്മുടെ സൂപ്പർ സ്റ്റാർ നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രൈസ് എന്താണ്? നമുക്കൊരു സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കാം അല്ലേ? എണീച്ച് നിന്നിട്ട് എല്ലാവരും. ഹലോ, എവിടെ പോണു? അവിടെ നീ അടുത്ത ഏത് പാട്ടാ പാടുന്നവൻ? അടുത്തത് മേലെ പൂമല. മേലെ പൂമല, ആ പാട്ടാണോ? അത് ശരി. അത് അപ്പൊ ഡാൻസ് ഒക്കെ ചെയ്യുവോ? ഡാൻസ് ഒക്കെ ചെയ്യും. അമ്മ പറഞ്ഞിട്ടുണ്ട് ഡാൻസ് ചെയ്യാൻ. ഓ, അമ്മ പറഞ്ഞോണ്ടാണല്ലേ. മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ് സ്കൂളില്? ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരനാരാണ്? എൻ്റെ കൂട്ടുകാരൻ ഹേമന്ത്. ഹേമന്ത്. കൂട്ടുകാരിയില്ല. അതെന്താ ഹേമന്തിനെ മാത്രം കൂട്ടിയത്? തപസ്യ കൂട്ടാവാൻ വന്നില്ല. അപ്പൊ ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ ഞാൻ ചോദിച്ചു നോക്കി കൂട്ടുകാരാണോന്ന്, അപ്പൊ പറഞ്ഞു ഇല്ലാന്ന്. നീ ഒരു വയസ്സിൽ ഇങ്ങനെയാണെങ്കിൽ എടേ 10-20 വയസ്സിൽ എന്തൊരായിരിക്കും എൻ്റെ അമ്മോ. അപ്പം അടുത്ത പാട്ട് ഡാൻസ് ചെയ്ത്, അമ്മ പറഞ്ഞ പോലെ ഡാൻസ് ചെയ്ത് പാടുക. ചെറുതാണെങ്കിലും പാട്ട് പാടുമ്പോൾ വലിയ വലിയ എക്സ്പ്രഷൻസ് ഒക്കെ അല്ലേ? പക്ഷെ അമ്മ അത്രയും പറഞ്ഞിട്ട് ഒട്ടും ഡാൻസ് കളിച്ചില്ലല്ലോ. ചെറുതായിട്ട് ഡാൻസ് കളിച്ചോളൂ. കൈ കണ്ടില്ല, അതായിരുന്നല്ലേ ഡാൻസ്? ഓക്കെ. അപ്പൊ അടുത്ത തവണ നന്നായി ഡാൻസ് കളിക്കോ അതോ ഒന്നുകൂടി ഡാൻസ് കളിക്കണോ? കുറച്ച് ഡാൻസ് ചെയ്യാൻ. മോനെ മൈക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊരു പാട്ട് പ്ലേ ചെയ്യും, അതിനൊരു ഡാൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നാക്കണോ വേണ്ടെന്ന് ആലോചിക്കാം.
ആൻറ്റിക്ക് വീട്ടിൽ ഒരു കുഞ്ഞനിയത്തി ഉണ്ട്, ഇതേപോലത്തെ ഒരു വാവയുണ്ട്. പോരണോ വീട്ടിലേക്ക്? എന്താ വഴി പറഞ്ഞ് തന്നാ മതി, ഞാൻ വന്നോളാം. ദൈവമേ, വടി കൊടുത്ത് അടി വാങ്ങിക്കണം സിത്താരെ. അവന് വഴി നമ്പറൊക്കെ കൊടുത്താൽ മതി, അവൻ ഒന്ന് കണ്ടോളും. നമ്പർ പറഞ്ഞ ഞങ്ങൾ വിളിച്ച് വഴി പറഞ്ഞ. എടാ ഭയങ്കര പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അടുത്തൊരു ദിവസം തന്നെ വരണം. ആൻറ്റി ഇവിടുന്ന് പോകുമ്പോ കൂടെ കൊണ്ടുപോവാ. ഓക്കെ? അമ്മോട് അച്ഛനോട് അച്ഛനോടൊക്കെ അന്വേഷണം പറയണേ. മെടുക്കാൻ കുട്ടിയാണേ. ഒരു ഉമ്മ വരും. ഈ ചക്കരക്കുട്ടനുണ്ടല്ലോ, ഈ ചക്കരക്കുട്ടനല്ലേ? എന്താ ചക്കരക്കുട്ടനല്ലേ? ചക്കരക്കുട്ടനല്ലേന്ന്? ആണ്. ആ, ശ്രീഹരിക്കുട്ടനല്ലേ? പൊന്നുകുട്ടനല്ലേ? പൊന്നു മക്കളല്ലേ? ശ്ശോ, ആണോ? ആണ്. അതെ. ഇന്നാവണോ ഔട്ടാവണോ? ഇന്നാവണോ ഔട്ടാവണോ? ഇന്നാണോ? ഇന്നാക്കണോ ഔട്ടാക്കണോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. റെഡിയാണോ? ഒരു മാജിക്കാണ്. അങ്കിൾ ഒരു സംഭവം കൊണ്ടുവരാൻ പോവാ. റെഡിയാണോ? കൊണ്ടുവരട്ടെ? കണ്ണടച്ച് നിൽക്കുവോ? കണ്ണടച്ചാണോ? ഇനി നിനക്ക് ഇതുകൊണ്ട് വീട്ടിൽ പോയാൽ പോരെ? സെലക്ഷൻ വേണ്ടല്ലോ. അയ്യോ, ഞാൻ നന്നായി പാടിയൊന്ന് എനിക്ക് സെലക്ഷൻ ആവണ്ടേ? അപ്പൊ നിനക്ക് ഗിഫ്റ്റ് തന്നില്ലേ? എനിക്ക് ഗിഫ്റ്റ് തന്നാൽ ഞാൻ സെലക്ഷൻ ആവും. അതെ, ഞങ്ങളും കൂടെ തോന്നണ്ടേ? ആദ്യം ഒരു പൂ തന്നു ഈ പാടിയതിന്. അമ്മ പറഞ്ഞ് നന്നായി പാടിയ ഇതൊക്കെ അങ്ങ് വായിച്ചാൽ സെലക്ഷൻ ആവും എന്ന് പറഞ്ഞു. റഹ്മാൻ സാറിന്റെ കൂടെ പാടാൻ പറ്റുമെന്ന് പറഞ്ഞു. ആരോടാ? റഹ്മാൻ സാറിന്റെ കൂടെ പാടാൻ പറ്റുമെന്ന്. എന്ത് പറയാനാ, എന്താ ചെയ്യുക? ഇപ്പോഴേ അതാണ് ആഗ്രഹം കേട്ടോ, AR റഹ്മാൻ്റെ കൂടെ പാടുക. ചെറിയ ആഗ്രഹം, ചെറിയ ചെറിയ ആഗ്രഹമാണ്. അപ്പൊ മോന് ഇന്നായോ? ഇന്നായോ? അപ്പൊ മോൻ തന്നെ പറഞ്ഞു ഇന്ന എന്ന്. സോ കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സെലക്ടഡ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. The real superstar, Srihari, the real superstar. അവനിലെ കലാവാസന ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഒരു 1.5 വയസ്സുള്ളപ്പോൾ ഗുരുവായൂരിന്നൊരു ചെണ്ട വാങ്ങിച്ചു കൊടുത്ത് അവൻ്റെ മൂത്തച്ഛൻ. ആ ചെണ്ട കൊട്ടുന്നതിലൂടെയാണ് അവന് കലാവാസന എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ അവൻ തന്നെ കേട്ട് പഠിച്ചോളൂ. എത്ര തവണ വേണമെങ്കിലും മൊബൈലിൽ വെച്ച് അത് ഇട്ട് തരും അമ്മേ എന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ നടന്ന് കേട്ട് പഠിച്ചോളും. അല്ലാത്താണെങ്കിൽ നമ്മൾ ഇരുത്തി പഠിപ്പിക്കേണ്ടി വരും. ചെറുപ്പം മുതലേ പാട്ടിനോടും തബലയോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പാട്ടിൻ്റെ എല്ലാ മേഖലയിലും ഉയരാനുള്ള വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ ടോപ്പ് സിംഗറിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ജയചന്ദ്രൻ സാറ് എല്ലാവരോടും കൂടിയായിട്ട് ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ മോന് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഈശ്വരനോടും നമ്മുടെ ഗുരുക്കന്മാരോടും മുതിർന്നവരോടും എല്ലാവരോടും ഒരു നിമിഷം നന്ദി പറഞ്ഞ് കണ്ണ് നിറഞ്ഞു പോയ ഒരു നിമിഷമാണത്. അവൻ്റെ ജീവൻ്റെ ജീവൻ എന്ന് പറയാൻ അവൻ്റെ അപ്പൂപ്പനാണ്. പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പൂപ്പനും കൂടെ ഇരിക്കണം. അപ്പൂപ്പൻ എന്തെങ്കിലും പാടിക്കൊടുത്ത് അവന് തബല വായിക്കണം. ഇതൊക്കെയാണ് അവൻ്റെ ആഗ്രഹങ്ങൾ. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്കർ ജ്വല്ലറിയിലെ ഇന്നത്തെ എപ്പിസോഡിലെ
ബെസ്റ്റ് സിംഗർ ആരാന്ന് നമുക്കറിയാം. ജഡ്ജസ് പറയൂ, ആരാണ് ഇന്നത്തെ ബെസ്റ്റ് സിംഗർ? ദ റിയൽ സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ പറഞ്ഞ ശ്രീഹരി. ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് സിംഗർ ശ്രീഹരിക്കുള്ള സമ്മാനം അങ്ങോട്ട് കൊണ്ടുവരട്ടെ. പ്ലീസ് സിത്തു. ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയില്ല, കണ്ടില്ലല്ലോ. കൊണ്ടുപോയിട്ട് ആർക്കും കൊടുക്കും? ഇതെനിക്ക് തന്നെയുള്ള. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്കർ ജ്വല്ലറിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Till then, goodbye.